അതെ, ഇന്നെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മോന്ത കാണാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഈ ഫേസ് അല്ല ഇങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്കൊരു അതിമനോഹരമായ ഫേസ് കാണിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹലോ ഗൈസ് ഒന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയാം, ഇന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ERS വേൾഡിലേക്ക് ഇവിടെ സ്വാഗതം പറയും. സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർപ്രൈസ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ പറഞ്ഞു ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യായിരുന്നില്ലേ, ഈ വീഡിയോ ചെയ്യായിരുന്നില്ലേ, അങ്ങനെ പറഞ്ഞ് എന്നെ ഒരു തളർത്തിയിട്ടുണ്ടായി. ഇപ്പം ഞാൻ വീണ്ടും പറയാന്ന്, ഞാൻ ബഹ്റൈനിലായാലും എനിക്ക് അതുപോലുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ എന്നോട് എൻ്റെ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഇളവരെ മക്കോട്ടാ പിള്ളേർ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ ആ വീഡിയോ ആക്കായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് നീ എന്തിനാ അവിടെ പോയത് അങ്ങനെ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നിട്ട് ആ വീഡിയോ ഇറക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. എൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ വീഡിയോ എന്തെന്നല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വേണ്ട 2 സാധനങ്ങൾ, മെയിനായിട്ടുള്ള 2 സാധനങ്ങൾ, മാങ്ങയും അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു പിശക്കത്തിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാ സംഭവം തന്നെയല്ലേ, അതന്നെ നിങ്ങൾ വിചാരിച്ച അതേ സംഭവം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മാങ്ങ സീസണാണ്. ഇപ്പോൾ വൈറലായിട്ട് പോകുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും മാങ്ങയ്ക്ക് പല്ലുണ്ടാക്കി വെച്ച് ഇങ്ങനെ പോസ് കൊടുക്കുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് മാങ്ങ സീസൺ അല്ല ബഹ്റൈനിൽ, പക്ഷെ മാങ്ങ കൊണ്ട് ആ പല്ലൊക്കെ ഉണ്ടാക്കാനുള്ള മാങ്ങൊക്കെ നമ്മുടെ ബഹ്റൈനിലും ഉണ്ട് ഇട്ടാ. ഇത് ഞാൻ ഒരാൾക്കിട്ട് പാരാറി കേട്ടോ. പാരാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല, അത് തമാശ കേട്ടാ എന്ന് പറഞ്ഞാൽ എന്നാ കളിയാക്കി, നിങ്ങൾക്ക് അങ്ങനെയാണോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല, ശരിക്കും പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നെ കളിയാക്കിയോണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാം അങ്ങനെയൊന്ന്. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങാപ്പല്ല് ഉണ്ടാക്കാം. ഇവിടെ പ്രേതപ്പല്ലാക്കാം, മാങ്ങാപ്പല്ല്. മാങ്ങാപ്പല്ലിന് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഈ മാങ്ങനെ ഇങ്ങനെ കറിയല്ല കേട്ടോ, ശരിക്കും അറിയാലോ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കട്ടിങ് ഒന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ നല്ല പഴുത്ത മാങ്ങ. എന്താ രസം. ഇവിടുത്തെ ഒരു കടി കൊടുക്കാൻ തോന്നും. ഇവിടെ എനിക്ക് മാങ്ങ ഫസ്റ്റ് ഞാൻ ഓക്കൊരു പ്രശ്നം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓക്കൊരു സമാധാനം ഉണ്ടാവില്ല. തൊലി കൊടുക്കുന്ന വേണ്ട. എന്തായാലും അത് വേസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഇട്ടാ തൊട്ടുവിടാതെ. ചെറിയ പീസ് മോളെ കഴിച്ചോ. അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് മാങ്ങാപ്പല്ല് ഉണ്ടാക്കാം. ഈ കുട്ടിയെ ഇങ്ങനെപ്പാ ഇനിയിപ്പോൾ 2ാമത് വീഡിയോ നോക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഇങ്ങനെ നിനക്ക് പല്ലാക്കാം. പല്ല് എന്താക്കാ പല്ല്. ഇവിടെ പല്ല് കൊടുത്തു. കാണിച്ചു കൊടുക്കുക. ഇവിടെ ടീത്ത് കൊടുത്തു. ടീത്ത് തന്നെ. ഇവിടെ നോസ് കൊടുത്തു. നോസ്. ഇവിടെ ഹെഡ് കൊടുത്തു. ഹെഡ്. അപ്പോൾ ഇവിടെ ഹെഡും നോസും എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. ഇത് എടുത്ത മാങ്ങ. അപ്പോൾ അവിടെ മേടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എടുത്ത മാങ്ങ. പക്ഷേ മേടിച്ചത് ഞാനല്ല, രതീഷേട്ടനാണ്. മാങ്ങ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് മാങ്ങക്ക് പ്രശ്നമില്ല. മാങ്ങ സീസൺ അല്ലെങ്കിലും മാങ്ങ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ഇവിടെ. ഇത് ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടിപ്പോൾ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി ട്രൈ ഒന്നും ചെയ്തിട്ടാ. അപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അതെങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അമ്മ മാങ്ങാപ്പല്ലാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കണ്ടാരും. അങ്ങോട്ടൊക്കെ ഇവിടെ നമസ്കാരമൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ വെക്കുന്നത് എന്നിട്ട് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ വെക്കുമ്പോൾ ഒന്നും ചെയ്യാമെന്നില്ല. ചിരിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട്. ശരിക്കും എന്നത് തൊണ്ടിയാണ്. ഒന്നുകൂടെയൊക്കെ മാങ്ങാപ്പല്ല് എനിക്ക് കുട്ടി കൂടി വെച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. നേരത്തെ നല്ല കേട്ടോ, നേരത്തെ ഇതിനേക്കാളും വലുതായിട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ നോക്കുന്നില്ല, വേറൊന്ന് എക്സ്ട്രാ എടുത്തിട്ടാക്കിയതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ചേച്ചു, ഒന്നുകൂടി കണ്ടോ നീ. ഓക്കെ, കണ്ടുവല്ലോ. ഓക്കെ, ഇത് ഞാൻ ഇനി കഴിക്കൂട്ടെ ഈ മാങ്ങനെ. എന്തായാലും
അപ്പൊ എനിക്ക് ഈ കുട്ടിക്ക് ഒരു ജസ്റ്റ് ട്രൈ ആക്കുന്നുണ്ടാ സക്സസ് ആകുമെന്ന് അറിയില്ല. ഇതിരുന്നുണ്ട് തൊട്ടുടാ ഇനി കുഞ്ഞിക്ക് ഒരു പല്ലാക്കി കൊടുക്കുന്നു. ആഗ്രഹം നിനക്ക് വേണം മാങ്ങാപ്പല്ല് വേണം, മാങ്ങാപ്പല്ല് വേണം മോളെ നിനക്ക്. അമ്മ ഇപ്പാക്കി തരാം കേട്ടാ. ഒരു സൈഡ് മാങ്ങാപ്പല്ല് ഇത് കഴിക്കാവൂ. അവിടെ കാണിക്കണം, വീഡിയോയിൽ കാണിക്കണം. ഓക്കെ, ഈ വീട്ടിലെ മാങ്ങാപ്പല്ല് ഇങ്ങനെ ക്ലോസ് ചെയ്യും. അല്ല അവൾക്ക് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ അങ്ങനല്ല, ഇങ്ങനെ ചിരിക്ക് അങ്ങനല്ല. ചിരിച്ചു ചാവുന്നുണ്ട് മാങ്ങാപ്പല്ല്. അങ്ങനെ നമ്മൾ എന്താ ഫുള്ള് സക്സസ് അല്ലെങ്കിലും ഒരു ചെറിയ 50-50 ആയിട്ടുള്ള മാങ്ങാപ്പല്ല് ഉണ്ടാക്കിയിട്ടാ. അപ്പൊ പല്ല് ഉണ്ടാക്കിയിട്ടല്ല ഈ കുട്ടി മാങ്ങ തിന്നുന്നുണ്ട്. ഈ കുട്ടി സൂപ്പർ ഉണ്ടോ? ആ സൂപ്പർ ഉണ്ട്. നമ്മളെ ഒരു മാങ്ങ മൊത്തം ഇങ്ങനെ എന്താ ഫുള്ളായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പക്ഷെ ഇത് ഇപ്പം മൊത്തം വെള്ളം കഴിച്ചതല്ല, പകുതി ഞാനും പകുതി ഓളായിട്ട് കഴിച്ചതാണ്. സൂപ്പറാണോ മാങ്ങ? മാങ്ങ സൂപ്പറാണോ? സൂപ്പർ. ഇനിയിപ്പോൾ എന്തായാലും മാങ്ങ വല്ലാക്കിയിട്ടായില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഈ മാങ്ങ കഴിക്കാം. നല്ല മധുരമുള്ള മാങ്ങ. നിങ്ങളിപ്പോൾ എനിക്കിപ്പോൾ അമ്മയിലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മാങ്ങ ഇങ്ങനെ കാണിച്ചിട്ട് ഉണ്ണി മാങ്ങ ഉണ്ടല്ലോ, അത് ഈ കുട്ടിക്ക് വേണം. ഈ കുട്ടി കഴിക്കേ. വീഡിയോ ഇങ്ങോട്ടോ അമ്മ എടുക്കട്ടെ. ഓക്കെ, ഈ കുട്ടി മാങ്ങ കഴിക്കുന്നുണ്ട്. എന്താ മാങ്ങ തിന്നുന്ന വീഡിയോസൊക്കെ എനിക്ക് അയക്കലുണ്ട്. കുറേ മാങ്ങ കിട്ടുമ്പോൾ ഫോട്ടോസ് എല്ലാം അയച്ചു തരലുണ്ട്. എനിക്കിപ്പോൾ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, പക്ഷെ നമ്മളെ ചെറിയ മാങ്ങ കേട്ടോ, വലിയ മാങ്ങയാണ്. നമ്മളെ ഉണ്ണി മാങ്ങ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. പക്ഷെ അത് എനിക്കിപ്പോൾ കിട്ടിയിട്ട് എന്തായാലും ഈ വലിയ മാങ്ങ വെച്ചിട്ടാ നമുക്കും വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും എടുത്തിട്ടായി. അപ്പോൾ ഇനി ഈ മാങ്ങ കഴിച്ചിട്ട് എന്താ ഒരു ആശ്വാസം കണ്ടെത്താം. പല്ലെങ്ങനെയും കുളമായി അത്ര വിചാരിച്ചത്ര സെറ്റായിട്ടാ. കുറേ ആൾ വീഡിയോയിൽ നല്ല രസമായി കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര സെറ്റായിട്ടാണ് എൻ്റെ പല്ല്. അതെന്താണെന്ന് അറിയില്ല, വലുതായതുകൊണ്ടെന്ന് തോന്നുന്നു. പല്ല് കുറച്ച് വലുതായി പോയി, അതുകൊണ്ടൊന്നും സെറ്റായിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാങ്ങ തിന്നിട്ടെങ്കിലും എന്താ സന്തോഷിക്കുക, സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, ഫണ്ണായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. വെറുതെ ഇല്ലെങ്കിൽ എടുത്തൊരു ചെയ്താ അവൾ ഐലൻഡ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി ആഗ്രഹമല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.